ഹൈ പേയിങ് ആയിട്ടുള്ള വേറെ ഇൻഡസ്ട്രീസ് ഉണ്ട്. റിയൽ എസ്റ്റേറ്റ് നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രോപ്പർട്ടി ഇങ്ങനെ വലിയൊരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യാൻ, പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു തിയേറ്ററാണ്, സിനിമാ തിയേറ്റർ, അത് സെല്ല് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വന്ന് ഒരു ലോക്കൽ ബ്രോക്കേഴ്സ്. അപ്പം ഞാനിങ്ങനെ ഗൂഗിൾ ചെയ്ത് നോക്കി. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് കുറേ തിയേറ്റർ ലിസ്റ്റ് കിട്ടി. ഇവരുടെയൊക്കെ ഞാൻ മെയിൽ ഐ ഡി കളക്ട് ചെയ്ത്, എന്നിട്ട് ഞാൻ പേഴ്സണൽ മെയിൽ ഐ ഡി എടുത്തിട്ട് പേഴ്സണൽ മെയിൽ ഐ ഡിയിൽ നിന്ന് തന്നെ ഞാൻ സെൻഡ് ചെയ്ത്. അതായത് ഞാൻ അത്യാവശ്യം ഒരു 10-50 മെയിലെങ്കിലും പലർക്കായിട്ട് അയച്ചിട്ടുണ്ട്. എനിക്ക് കിട്ടിയ ന്യൂസ് ഫേക്കായിരുന്നു. അതായത് അങ്ങനെ തിയേറ്റർ വിൽക്കാനൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ ആ പോയിന്റിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അത് ക്ലാഷ് ആയി. കാരണം അങ്ങനെ ഒരു സംഭവം ഇല്ല. അത് എൻ്റെ ഒരു ട്രസ്റ്റിന് ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറി. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ, നീഷായിട്ട് പോയി കഴിഞ്ഞാൽ കാര്യം നടക്കുന്നത് മനസ്സിലായി. നമുക്ക് ആഡ്സ് ചെയ്യാനോ ഒന്നും പോകണ്ട. നമുക്ക് ഇമെയിൽ എന്ന് പറഞ്ഞിട്ടൊരു ടൂളുണ്ട്, അതൊരു വെബാണ് ശരിക്കും. കാരണം ഈ അത്യാവശ്യം HNIs ആയിട്ടുള്ള ആൾക്കാരെ റീച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇമെയിൽ തന്നെയാണ് ഏറ്റവും ബെറ്റർ. അവർ ചിലപ്പോൾ വാട്സാപ്പിലൊക്കെ വരുന്നവരേക്കൊന്നും അത്ര മൈൻഡ് ചെയ്യണമെന്നില്ല. പക്ഷെ ഒരു ഇമെയിലിൽ നോക്കുമ്പോൾ നല്ല കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും നമ്മൾ സ്പാമിംഗ് ലെവലിൽ എഴുതരുത്, സെയിൽസ് എന്ന് എഴുതരുത്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പോലും അത്രയും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കൊടുക്കുമ്പോൾ മാത്രമേ അവരത് പിന്നെ റെസ്പോണ്ട് ചെയ്യുള്ളൂ. ഇപ്പം ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരാൾ ഇ കൊമേഴ്സിൽ തന്നെ നിൽക്കണമെന്നില്ല. നമുക്ക് വേണമെങ്കിൽ റിയൽ എസ്റ്റേറ്റിലെ ലീഡ് കളക്ട് ചെയ്തിട്ട് പെർ ലീഡിന് ഇത്ര ചെയ്യാം. ദുബായിൽ ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്നതിന് ഒരു ഇത്ര എമൗണ്ട് ഉണ്ട്, 4-5 lakhs ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ലീഡ് കൊടുത്താൽ 10% നമുക്ക് കിട്ടും. അതായത് ഒരു 50,000 ഒക്കെ നമുക്ക് കിട്ടും പെർ ലീഡിന്. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇതുപോലുള്ള ആൾക്കാരെ എങ്ങനെ കിട്ടണം? നമ്മളൊരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ കോണ്ടന്റ് നമ്മൾ വെബ്സൈറ്റ് ആക്കി മാറ്റിയിട്ട് അവിടുന്ന് ലീഡ് കളക്ട് ചെയ്തിട്ട് ലീഡ് സെല് ചെയ്താലും മതി.